നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പണം എവിടെയാണ് നിക്ഷേപിക്കുന്നത് എന്ന്? ആ പണം കൊണ്ട് സമൂഹത്തിന് നല്ലതാണോ ചീത്തയാണോ ഉണ്ടാവുന്നത്? അവിടെയാണ് ധാർമ്മിക നിക്ഷേപം അല്ലെങ്കിൽ എത്തിക്കൽ ഇൻവെസ്റ്റിംഗ് എന്നൊരാശയം വരുന്നത്. അതിൽ തന്നെ ഒരു വിശ്വാസത്തെ മുറുകെ പിടിക്കുന്ന ഒരു സാമ്പത്തിക തത്വശാസ്ത്രമുണ്ട്. അതാണ് ഇസ്ലാമിക് ഫിനാൻസ്. ഇത് വെറുതെ പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമല്ല, മറിച്ച് നമ്മുടെ മൂല്യങ്ങളിൽ ഉറച്ചുനിൽക്കുന്ന ഒരു നിക്ഷേപ രീതിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമില്ലേ, അതെവിടെയാണ് നിക്ഷേപിക്കുന്നത്? നമ്മൾ പണം മുടക്കുന്ന കമ്പനികള് നമ്മുടെ വിശ്വാസങ്ങൾക്കും മൂല്യങ്ങൾക്കും ചേർന്നുള്ളവയാണോ? ഈ ഒരു ചോദ്യമാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. അതായത്, ഈയൊരു ചിന്തയൊന്നും പുതിയതല്ല. ശരിക്കും പറഞ്ഞാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നമ്മുടെ പണവും നമ്മുടെ മൂല്യങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാമ്പത്തിക വ്യവസ്ഥ രൂപപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് ധാർമ്മിക തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഈ നിക്ഷേപ രീതിയെക്കുറിച്ചാണ്. ഇതിനെയാണ് നമ്മൾ ശരീഅത്ത് അനുസരിച്ചുള്ള നിക്ഷേപം എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഈ ശരീഅത്ത് അനുസരിച്ചുള്ള നിക്ഷേപം എന്ന് പറഞ്ഞാല്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാല്, ഇസ്ലാമിക നിയമങ്ങളും തത്വങ്ങളുമൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈലാണ്. അതായത്, സമൂഹത്തിന് ദോഷം ചെയ്യാത്ത ധാർമ്മികമായി ശരിയായിട്ടുള്ള ബിസിനസ്സുകളെ മാത്രം തെരഞ്ഞെടുത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുക. അതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ശരി, അപ്പോ ഈ വിഷയത്തെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാനുണ്ടല്ലേ? നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. ആദ്യം ധാർമ്മിക തത്വങ്ങളെപ്പറ്റി പറയും, പിന്നെ കമ്പനികളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ പരിശോധിക്കും, ഇന്ത്യയിൽ ഏതൊക്കെ ഫണ്ടുകളുണ്ട്, പിന്നെ ഏറ്റവും അവസാനം ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ നോക്കും. അപ്പോ ഒരു കമ്പനി ഒരു ശരീഅത്ത് ഫണ്ടിൽ വരാൻ യോഗ്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് രണ്ട് ഘട്ടങ്ങളുള്ള ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു പരിശോധനയിലൂടെയാണ്. ഒരു അരിപ്പ പോലെയാണത്. യോഗ്യതയില്ലാത്തതിനെയൊക്കെ അരിച്ചു പുറത്താക്കും. നമുക്കിതിനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫിൽട്ടർ എന്ന് തന്നെ വിളിക്കാം, അല്ലേ? ഈ ഫിൽട്ടറിന് രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് ഒരു കമ്പനി ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് നോക്കും. രണ്ടാമത്തേത് ആ കമ്പനി അവരുടെ പൈസ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നും വിലയിരുത്തും. ഈ രണ്ട് കടമ്പകളും കടന്നാൽ മാത്രമേ ഒരു കമ്പനി നിക്ഷേപത്തിന് യോഗ്യമാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫിൽറ്ററിന്റെ ആദ്യത്തെ ഭാഗം എന്താണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതായത്, ഒരു കമ്പനി എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ആ ഒരു സ്ക്രീനിംഗ്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു മാന്ത്രിക സംഖ്യയുണ്ട്. അത് 5%. ഒരു കമ്പനിയുടെ മൊത്തം വരുമാനത്തിൽ 5% കൂടുതൽ ഇസ്ലാമികമായിട്ട് അനുവദനീയമല്ലാത്ത മേഖലകളിൽ നിന്നാണ് വരുന്നതെങ്കിൽ പിന്നെ വേറെ ഒന്നും നോക്കില്ല, ആ കമ്പനി നേരെ ലിസ്റ്റിൽ നിന്ന് പുറത്താവും. അത്രയ്ക്ക് കർശനമാണ് ഈ നിയമം. അപ്പോ ഏതൊക്കെയാണ് ഈ ഒഴിവാക്കപ്പെടുന്ന ബിസിനസ്സുകൾ? ഒന്ന്, പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ബാങ്കിംഗ്, ഇൻഷുറൻസ് പോലുള്ള സ്ഥാപനങ്ങൾ. പിന്നെ മദ്യം, പുകയില, പന്നീറിറച്ചി പോലുള്ള സാധനങ്ങൾ വിൽക്കുന്ന കമ്പനികൾ. അതുപോലെ തന്നെ ചൂതാട്ടം, മുതിർന്നവർക്കുള്ള വിനോദ പരിപാടികൾ, പിന്നെ ആയുധനിർമ്മാണം. ഇങ്ങനെയുള്ള ബിസിനസ്സുകളൊക്കെ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താവും. ശരി, ഒരു കമ്പനി ചെയ്യുന്ന ബിസിനസ് നല്ലതാണെന്ന് ഉറപ്പിച്ചാൽ മാത്രം മതിയോ? പോരാ, അവർ പണം കൈകാര്യം ചെയ്യുന്ന രീതിയും ശരിയായിരിക്കണം. ഇവിടെയാണ് രണ്ടാമത്തെ ഫിൽട്ടർ വരുന്നത്. അതായത്, കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യം പരിശോധിക്കുന്നത്. ഇത് കുറച്ചുകൂടി കണക്കുകളുടെ കളിയാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്നത്തെ കാലത്ത് പലിശയുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്തൊരു കമ്പനിയെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് അസാധ്യമാണ്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ ചില പ്രായോഗികമായ ഇളവുകൾ നൽകിയിട്ടുണ്ട്. അവർ പലിശ ഇടപാടുകൾക്ക് ചില സഹനീയമായ പരിധികൾ വെച്ചിട്ടുണ്ട്. ഈ പരിധിക്കുള്ളിൽ നിൽക്കുന്ന കമ്പനികളെ മാത്രമേ നിക്ഷേപത്തിനായിട്ട് പരിഗണിക്കുകയുള്ളൂ. പ്രധാനമായും 3 സാമ്പത്തിക അനുപാതങ്ങൾ അഥവാ റേഷ്യോസാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. ഓരോ റേഷ്യോക്കും ഒരു പരിധിയുണ്ട്, അതിനൊരു വ്യക്തമായ ലക്ഷ്യവുമുണ്ട്. കടം കുറയ്ക്കാനും പലിശ വരുമാനം ഒഴിവാക്കാനുമൊക്കെയുള്ള ഒരു വഴിയാണിത്. നമുക്കിത് ഓരോന്നും എന്താണെന്ന് കുറച്ചുകൂടി സിമ്പിളായിട്ട് നോക്കാം. ആദ്യത്തെ നിയമം കടത്തെക്കുറിച്ചാണ്. അതായത്, ഒരു കമ്പനിക്ക് പലിശ കൊടുക്കേണ്ട കടം അതിന്റെ മൊത്തം മാർക്കറ്റ് വാല്യൂവിന്റെ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ആ കമ്പനിക്കുള്ള മൊത്തം വിലയുടെ 33% താഴെയായിരിക്കണം. വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു കമ്പനി ഓവറായിട്ട് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനി ഈ ഫിൽട്ടറിൽ നിന്ന് പുറത്താകും. രണ്ടാമത്തെ നിയമം പണത്തിന്റെ കാര്യത്തിലാണ്. ഒരു കമ്പനിയുടെ കയ്യിലുള്ള പണവും പലിശ കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റുകളുമെല്ലാം കൂടെ അതിന്റെ മാർക്കറ്റ് വാല്യൂവിന്റെ 33% കൂടാൻ പാടില്ല.
എന്തിനാണ് ഇങ്ങനൊരു നിയമം? കാരണം പലിശയിൽ നിന്നും വലിയ വരുമാനമുണ്ടാക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ആ കമ്പനി മാറരുത്. അവരുടെ പ്രധാന ബിസിനസ് അതായിരിക്കരുത് എന്നതുകൊണ്ടാണ്. ഇനി അവസാനത്തെ നിയമം ഒരു കമ്പനിക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുള്ള പണത്തെക്കുറിച്ചാണ്. നമ്മൾ അക്കൗണ്ട്സ് റിസീവബിൾസ് എന്നൊക്കെ പറയില്ലേ, ആ തുക കമ്പനിയുടെ മൊത്തം ആസ്തിയുടെ 49% കൂടരുത്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കടം വിൽക്കുക എന്നൊരു പരിപാടിയുണ്ട്. അതായത് ഒരാൾ നമുക്ക് തരാനുള്ള കടം നമ്മൾ മറ്റൊരാൾക്ക് വിൽക്കുന്നു. ഇത് ശരിയത്ത് പ്രകാരം അനുവദനീയമല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിബന്ധന വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കർശനമായ അരിപ്പകളിലൂടെയൊക്കെ കടന്നുപോയി തെരഞ്ഞെടുക്കുന്ന ഈ കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ ഏതൊക്കെയാണ്? നമുക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ചില ഉദാഹരണങ്ങൾ നോക്കിയാലോ? ഇവിടെ പ്രധാനമായും 2 തരം ഫണ്ടുകളുണ്ട്. ആദ്യത്തേത് ആക്റ്റീവ് ഫണ്ടുകൾ. ഇവിടെ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാകും. അദ്ദേഹം സ്വന്തമായി ഗവേഷണമൊക്കെ നടത്തി ഏറ്റവും മികച്ച കമ്പനികളെ തിരഞ്ഞെടുക്കും. രണ്ടാമത്തേത് പാസീവ് ഫണ്ടുകളാണ്. ഇവ ഒരു ഫണ്ട് മാനേജറുടെ തീരുമാനത്തിനനുസരിച്ച് മാറുന്നില്ല. പകരം ശരിയത്തനുസരിച്ചുള്ള ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിനെ അതേപോലെ കോപ്പിയടിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന ടേബിളിലേക്ക് ഒന്ന് നോക്കൂ. ഇന്ത്യയിൽ ലഭ്യമായ ചില പ്രധാന ശരിയത്ത് ഫണ്ടുകളാണ് ഇവ. ടാറ്റ, ടൂറിസ് എന്നൊക്കെ പറയുന്നത് ആക്റ്റീവ് ഫണ്ടുകളാണ്. അതായത് ഒരു ഫണ്ട് മാനേജർ നോക്കി നടത്തുന്നവ. അവർ എവിടെയൊക്കെയാണ് പ്രധാനമായും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, മാസം മിനിമം എത്ര രൂപ വെച്ച് നിക്ഷേപിക്കാം എന്നൊക്കെയുള്ള വിവരങ്ങൾ ഇവിടെ കാണാം. കണ്ടില്ലേ, വെറും 100 രൂപയ്ക്ക് പോലും നമുക്ക് നിക്ഷേപം തുടങ്ങാൻ പറ്റുന്ന ഫണ്ടുകളൊക്കെയുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ശരി, ഇനി നിങ്ങൾ ഇങ്ങനെയുള്ള ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. നമുക്ക് അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ശുദ്ധീകരണം അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ. എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ഒരു ഫണ്ടിന്റെ ബാങ്ക് അക്കൗണ്ടിൽ വളരെ ചെറിയൊരു എമൗണ്ട് പലിശയായിട്ട് വന്നേക്കാം. അതൊഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഫണ്ട് മാനേജർമാർ എന്തു ചെയ്യും? ആ വന്ന പലിശ എത്രയാണെന്ന് കൃത്യമായി കണക്കാക്കി ആ തുക മുഴുവനായി ചാരിറ്റിക്ക് കൊടുക്കും. അങ്ങനെ ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം 100% പലിശരഹിതമാണെന്ന് അവർ ഉറപ്പാക്കുന്നു. അപ്പോ ഈ ഫണ്ടുകളുടെ അടിസ്ഥാന സ്വഭാവം എന്തൊക്കെയാണ്? 1. ഇതിന്റെയെല്ലാം മേൽനോട്ടത്തിനായി ഒരു ശരിയത്ത് ഉപദേശക സമിതി ഉണ്ടാകും. 2. ഊഹക്കച്ചവടം പൂർണ്ണമായി ഒഴിവാക്കി യഥാർത്ഥത്തിൽ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ നൽകുന്ന കമ്പനികളിൽ മാത്രം നിക്ഷേപിക്കുന്നു. ഇതിന്റെ ഒരു ഗുണമെന്താണെന്ന് വെച്ചാൽ 2008 പോലെയുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ കടം കാരണം ഉണ്ടാവുമ്പോൾ കടം കുറഞ്ഞ ഇത്തരം കമ്പനികൾക്ക് കുറച്ചുകൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞേക്കും. ഈ സ്ലൈഡിലെ വാചകം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ബാങ്കിംഗ് പോലെ വലിയൊരു സെക്ടറിനെ പൂർണ്ണമായും ഒഴിവാക്കുന്നതുകൊണ്ട് ഈ ഫണ്ടുകളുടെ പ്രകടനം എപ്പോഴും പൊതുമാർക്കറ്റ് പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ മാർക്കറ്റ് ഭയങ്കരമായിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ഇവ അത്രയധികം ഉയർന്നില്ലെന്ന് വരാം. പക്ഷേ മാർക്കറ്റ് ഇടിയുമ്പോൾ ഒരു വലിയ വീഴ്ചയിൽ നിന്ന് ഒരുപക്ഷെ ഇത് നിങ്ങളെ സംരക്ഷിച്ചെന്ന് വരാം. അതായത് റിട്ടേൺ പാറ്റേൺ വ്യത്യസ്തമായിരിക്കും. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അമിതമായ കടം ഒഴിവാക്കുക, ഊഹക്കച്ചവടത്തിനു പകരം യഥാർത്ഥ ആസ്തികളിൽ നിക്ഷേപിക്കുക. ഈ തത്വങ്ങൾക്ക് ഇടയ്ക്കിടെ സാമ്പത്തിക പ്രതിസന്ധികളിൽ പെട്ടുഴലുന്ന നമ്മുടെ ഈ ആഗോള സമ്പദ്വ്യവസ്ഥയെ കുറച്ചുകൂടി സ്റ്റേബിളാക്കാൻ, സുസ്ഥിരമാക്കാൻ സഹായിക്കാൻ കഴിയുമോ? തീർച്ചയായും നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്.